அந்த டைம்ல இது 5000 rupees. ഒരു കാൽക്കുലേറ്ററിന്റെ വലിപ്പം അപ്പോൾ ഇത് വളരെ വലുതായിട്ടാണ്. இது நீ எடுத்து பார்த்ததெல்லாம் ஃபோட்டோஸ் இமேஜஸ். இது ரியல் ஃபேசட் கால்குலேட்டர். இது ஒரு ஸ்வீடிஷ் கம்பெனில இருந்து மேக் பண்ணாங்க. ஃபேசட் ஏபின்ற ஒரு கம்பெனி மேக் பண்ணியிருக்காங்க. இது பிரிண்டிங் கிடையாது, இது வந்து ஒரு கால்குலேட்டர். இந்த கால்குலேஷனை வந்து பிரிண்ட் பண்ணிட்டு இருந்தாங்க. ஓஹோ, அந்த டைம் 1930s and 60sல பாப்புலர். இது பிரிண்டிங் மிஷின் இல்லையா? பிரிண்டிங் மிஷின் இல்ல, கால்குலேட்டர். கால்குலேட்டட் டேட்டாவை வந்து பிரிண்ட் பண்ணும். ஓகே ஓகே. இது எந்த செஞ்சுரியில் இருந்தே? இது வந்து 1973 1930s 60s அந்த டைம் பீரியட்ல இது பாப்புலரா இருக்கு. இங்க கொண்டு வந்தது 1973ல 1930ൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാൽക്കുലേറ്റർ ആണ്. அந்த டைம்ல ഇത് 5000 rupees. ഓക്കെ, 1930കളിൽ 5000 രൂപ വില വരുന്ന ഒരു കാൽക്കുലേറ്റർ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. ഒരു കാൽക്കുലേറ്ററിന്റെ വലിപ്പം കാണുന്ന സമയത്ത് നമ്മളെ ഫോണിനകത്തുള്ള കാൽക്കുലേറ്റർ നമുക്കറിയാലോ. അപ്പോൾ ഇത് വളരെ വലുതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതൊരൊറ്റത്തടി മരമാണ്. പക്ഷേ ഇവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ 1600കളുടെ മുൻപേ ഉപയോഗിച്ചിരുന്ന ഒരു ശവമഞ്ചിലാണ് നമ്മളുടെ. ഇത് ഇവിടുത്തെ പ്രാചീനമായിട്ടുള്ള കഥകളുടെ യഥാർത്ഥ ഒരു സ്റ്റീൽ മോഡലാണ്. ഇതിവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രാമീണ കഥയുടെ ഒരു സ്റ്റീൽ മോഡലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ പുരാതനമായ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേപ്പറാണ്. വാഴയിൽ നിന്നാണ് ഈ പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വർഷം യഥാർത്ഥത്തിൽ വ്യക്തമല്ലെങ്കിലും ഇത് പേപ്പറാണ്. അക്കാലത്ത് എഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത്തരം പേപ്പറുകളിലാണ്. ഇത് മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണിയാണ്. ഗ്രാമത്തിലൊക്കെ ആളുകൾക്ക് ഒരു അലേർട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണി. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇൻ മിസോറം. ഓക്കെ, ഇതൊക്കെ തൂക്കുകട്ടകളാണ് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. இது வந்து ரைஸ் ஹஸ்கர். இது உட்காருவாங்க. இதுல உட்காந்துட்டு இதுல ரைஸை போட்டுட்டு அதுல அந்த மேல இருக்கிற தோல் எடுக்கிறது. ഓക്കെ ഓക്കെ. നമ്മളുടെ നാട്ടിലുള്ള മുറം അതിന്റെ മുൻപത്തെ കാലത്ത് ഒരു രൂപമാണ് ഈ കാണുന്നത്. യുദ്ധകാലത്ത് ഉപയോഗിച്ചു വരുന്ന കാലിനൊക്കെ ധരിക്കുന്ന ഒരു മെറ്റൽ പാർട്ടാണ്. കാലിന് പരിക്ക് പറ്റാതിരിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് അന്നത്തെ പ്രാചീന മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൂൾസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന വളരെ വ്യത്യസ്തമായ ഡ്രംസുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇതൊക്കെ വ്യത്യസ്തമായ തരത്തിലുള്ള ഫ്ലൂട്ടുകളാണ് കാണുന്നത്. എല്ലാം മൃഗങ്ങളുടെ കൊമ്പിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ബാമ്പു ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ പ്രാചീനമായിട്ടുള്ള ഫ്ലൂട്ടുകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് വലിയൊരു ഓക്കെ. ഇതിലதான் வந்து പീപ്പിളോட இந்த ബറിയൽ പോട്ട്സ്. ഇത് വളരെ പ്രാചീനമായിട്ടുള്ള മനുഷ്യർ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബറിയൽ പോട്ട്സ് പാത്രങ്ങളാണ്. 2022ലാണ് ഈ മ്യൂസിയത്തിൽ ഇത് എത്തിച്ചിട്ടുള്ളത്. ഇത് പ്രാചീനമായിട്ടുള്ള കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വൈൻ പാത്രമാണ്. ഈ പാത്രത്തിലാണ് അന്ന് രാജാക്കന്മാർക്ക് ചീഫ്സിന് കൊടുക്കാനുള്ള വൈൻസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് അക്കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ ഡ്രമ്പാണ്. നമ്മുടെ നാട്ടിൽ പെരുമ്പറയൊക്കെ പറയും. രാജാക്കന്മാരുടെ വരവിന് മുൻപോടിയായിട്ട് അവർ വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കൊട്ടിക്കൊണ്ടിരുന്നതാണ്. கட் பண்றது அந்த ரெட் இருக்கு பாருங்க, அவங்க ஆல்ரெடி ஒரு ஹெட் கட் பண்ணிருக்கவரோட இது கத்தி. ഓക്കേ, ഇതെല്ലാം പ്രാചീനമായിട്ടുള്ള കാലത്ത് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുന്തങ്ങളൊക്കെയാണ്. ഈ കാണുന്നതാണ് തല വെട്ടാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്പെഷ്യൽ കത്തി. ഒരു തൂവൽ പോലൊരു വസ്തു കാണാം. അത് തല വെട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രാജാവിൻ്റെ അടുത്ത് നിന്ന് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഒരു മെഡൽ ട്രോഫി പോലെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഗൺ യൂസ് பண்ண ആരംഭിച്ചപ്പോൾ ഗൺ പൗഡർ സ്റ്റോർ പண்ற. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് നമ്മളെ തോക്കിൽ ഉപയോഗിക്കുന്ന ഗൺ പൗഡർ
കണ്ടെയ്നർ. അതിൻ്റെ കണ്ടെയ്നറാണ് ഈ കാണുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന തോക്കുകളാണ് ഈ കാണുന്നത്. സിംഗിൾ ബാരൽ തോക്ക്, ഡബിൾ ബാരൽ തോക്ക് കാണുന്നുണ്ട്. ഇതിവിടുത്തെ അന്നത്തെ രാജാക്കന്മാർ ചീഫ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്തിയാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് ആളുകളുടെ തലയൊക്കെ അറക്കപ്പെട്ട വാളുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഉരലാണ് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലും ഏകദേശം സാമ്യമുള്ള ഉരളുകളുണ്ട്. ഇപ്പോഴും പല ഏരിയയിലും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വളരെ വലിയ രീതിയിൽ മുള വിഭവങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളിലും ഒരു മുള ടച്ച് നമുക്ക് കാണാൻ സാധിക്കും. ബാംബു മെയ്ഡാണ്. എന്ത് വസ്തു ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു ബാംബുവിൻ്റെ ടച്ച് ഇവരുടെ എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇന്നത്തെ ആളുകൾ കോട്ടണ് ഉപയോഗിച്ച് വസ്ത്രം, നൂലുകളൊക്കെ ഉണ്ടാക്കുന്ന മിഷനറീസ് ആണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അക്കാലത്ത് ഉണ്ടായിരുന്ന ചർക്ക, നൂൽക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന കൈത്തറി വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മിഷനറീസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അത് ഫൈനലൈസ് ആയിട്ട് നമ്മളെ മുണ്ടൊക്കെ പോലെ കൈത്തറി വസ്ത്രങ്ങളൊക്കെ ആയിട്ട് വരുന്ന വസ്ത്രങ്ങളായിട്ട് വരുന്ന ഒരു ചിത്രങ്ങളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എല്ലാം മഴത്തൊപ്പിയാണ് നമ്മൾ ഈ കാണുന്നത്. മഴ പെയ്യുമ്പോൾ മഴ കൊള്ളാതിരിക്കാൻ നമ്മളെ തലയിൽ വയ്ക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള തൊപ്പികളൊക്കെയാണ്. കാലത്ത് വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭരണികളാണ് ഈ കാണുന്നതെല്ലാം. ഇത് കാണുന്നത് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു മരമാണ്. പക്ഷേ ഇവിടുത്തെ പ്രാചീനമായിട്ടുള്ള കർഷകർ അവരുടെ നിലത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് ഈ മരത്തിൻ്റെ പീസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൃഷി ചെയ്യില്ല. കാരണം വളക്കൂറില്ലാത്ത മണ്ണാണ് എന്നുള്ളതായിരുന്നു അത്തരം ആളുകളുടെ അന്നത്തെ വിശ്വാസം. അതാണ് ഇത്തരത്തിലുള്ളൊരു വുഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഇവിടുന്ന് വന്നിട്ടുള്ളത്. 1800കളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പല്ലക്കാണ്. കല്യാണ വധുവിനെ വരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പല്ലക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ഇവിടുത്തെ ആളുകൾ മുൻപ് ധരിച്ചുകൊണ്ടിരുന്ന വസ്ത്രധാരണ രീതിയാണ് അവർക്ക്. ഓക്കെ, പ്രാചീനമായിട്ടുള്ള ആളുകൾ അവർക്ക് കളർ മിക്സിങ് അറിയാത്തത് കൊണ്ട് തന്നെ കാണുന്ന കളറുകളെല്ലാം തന്നെ പ്ലാന്റ്സിൽ നിന്ന് എടുക്കുന്ന കളറുകളാണ്. ഇത് ഇവിടുത്തെ വ്യത്യസ്തമായ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഡ്രസ് കോഡുകളാണ്. ഈ കാണുന്ന ബ്ലാക്ക്, റെഡ് മാത്രം ആളുകൾ മരണപ്പെടുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയാണ് ശവമഞ്ചലുമായിട്ട് കൊണ്ടുപോവുക. പക്ഷേ ആ സമയത്ത് ഭർത്താവിനെ പുതപ്പിക്കുന്ന ഒരു തുണിയാണ് ഈ കാണുന്നത്. വെള്ള തുണി എന്ന് പറയുന്നത് സ്ത്രീധനമായിട്ട് കൊടുക്കുന്നതാണ് ഹസ്ബൻഡിന്. കമ്പൽസറി ആയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് മാരേജിന് ശേഷം പോകുന്ന സമയത്ത് സ്ത്രീ കൊണ്ടുപോകേണ്ട ഒരു മെറ്റീരിയലാണ് ഈ കാണുന്നത് കേട്ടോ. ഇതെല്ലാം തന്നെ ഇവിടുത്തെ വ്യത്യസ്തമായ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ക്ലോത്തുകളാണ്. ഈ കാണുന്നതെല്ലാം തന്നെ ഇതിൽ ഈ കാണുന്ന ചെക്ക് ആയിട്ടുള്ള ഈ കോട്ടിന് പാറ്റൻ്റ് ഉണ്ട്. ലോകത്ത് മറ്റ് ഒരിടത്തും ഈ ചെക്കിലുള്ള ഈ മെറ്റീരിയൽ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കിട്ടിയിട്ടുള്ള പാറ്റൻറ്റ്. ഇത് മിസോ ആർമിയുടെ യൂണിഫോമാണ്. മുൻപ് ഉണ്ടായിരുന്ന മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പ്രാചീന മനുഷ്യരോട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ ഡ്രസ്സാണ്. മുകളിൽ കാണുന്നത് പുരുഷന്മാർ ഉപയോഗിച്ചാണ്, താഴെ കാണുന്നത് ഇവിടുത്തെ സ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സാണ്. ഈ കാണുന്നത് ഇപ്പോൾ മിസോറാമിലുള്ള പ്രാദേശികരായിട്ടുള്ള ആളുകൾ കൾച്ചറൽ ഡ്രസ്സായിട്ട് ഉപയോഗിക്കുന്ന അവരുടെ ഡ്രസ്സാണ്. 1076 ഉണ്ടായിരുന്ന ഒരു പാറയുടെ പീസാണ്. ഏതോ ഒരു ഭാഷയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ മരിച്ചിട്ടുള്ള ആളുകളുടെ കല്ലറയ്ക്ക് മുകളിൽ വെക്കുന്ന കല്ലാണ് ഈ കാണുന്നത്. அப்புறமா அந்த அனிமல்ஸ் இது எல்லாமே டிபிக்ட் பண்ணியிருப்பாங்க. அவங்க என்னெல்லாம் பண்ணியிருக்காங்களோ அதை இங்கே கார்வ் பண்ணியிருப்பாங்க. ഓക്കെ. അപ്പോൾ സ്റ്റോൺസ് அந்த மாதிரி. ഇത് പ്രാചീന കാലത്ത് ഇവിടുത്തെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളാണ്. നമ്മളുടെ ആയുധങ്ങളെല്ലാം മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല്ലുകളാണ്.
മിസോറാം മ്യൂസിയത്തിൻ്റെ ടോപ്പിൽ നിന്ന് ഉള്ളൊരു വ്യൂ ആണ് നമ്മളീ കാണുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ആകാശം ഭൂമിയെ തൊടുന്നത് പോലെ, മേഘം ഭൂമിയെ തൊടുന്നത് പോലുള്ളൊരു ഫീൽ ലഭിക്കുന്നൊരു ഏരിയ ആണിത്.